ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. iOS 18 എല്ലാം ഞാൻ എൻ്റെ ഐഫോൺ 12 പ്രോ മാക്സിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ അപ്ഡേറ്റ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു ഫീച്ചറിനെ കുറിച്ചെല്ലാമാണ് പറയുന്നത്. ഇത് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നെല്ലാം ഞാൻ ഇവിടെ കറക്റ്റായി പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ചും ഞാനിവിടെ പറയുന്നുണ്ട്. ആദ്യമായി എനിക്ക് iOS 18 എല്ലാം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഇതുപോലെ നമുക്ക് ഈ ഒരു പേജ് എല്ലാം തന്നെ വളരെയധികം കസ്റ്റമൈസ് ചെയ്യാനെല്ലാം സാധിക്കും. ഇതിനായി നമ്മൾ ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത്തരത്തിൽ ഇത് ഡ്രാഗ് ചെയ്ത് വിജറ്റ് രൂപത്തിലേക്ക് മാറ്റണമെങ്കിലെല്ലാം ഇവിടെ നിന്നും ജസ്റ്റ് ഇതുപോലെ ഡ്രാഗ് ചെയ്താൽ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് വളരെ നല്ല ഒരു ഫീച്ചറായി എനിക്ക് തോന്നി. നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ഇതെല്ലാം അറേഞ്ച് ചെയ്യാനെല്ലാം ഇതുകൊണ്ട് സാധിക്കും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാ കണക്ടിവിറ്റിയും ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നും ലഭിക്കും. അതായത് എയർപ്ലെയിൻ മോഡ്, അതുപോലെ എയർ ഡ്രോപ്പ്, വൈഫൈ, മൊബൈൽ ഡാറ്റ, ബ്ലൂടൂത്ത്, പേഴ്സണൽ ഹോട്ട്സ്പോട്ട്, VPN, ഇങ്ങനെയുള്ള നമ്മുടെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു സർവീസ് എല്ലാം ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്നും സാധിക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഫീച്ചർ എനിക്ക് ഏറ്റവും ഗുണമായി തോന്നിയത്, നമ്മുടെ പാസ്വേഡ് എല്ലാം ഇതെല്ലാം തന്നെ നമുക്ക് ഒരു ഭാഗത്ത് തന്നെ കാണാൻ പറ്റുന്ന ഈ ഒരു ഫീച്ചർ എല്ലാമാണ്. ഇതിനായി നമുക്ക് ഫേസ് ID എല്ലാം കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയതിന് ശേഷം നമ്മുടെ സൈറ്റിൽ യൂസ് ചെയ്തിരിക്കുന്ന പാസ്വേഡ്, അതുപോലെ വൈഫൈ നെറ്റ്വർക്കിന് കൊടുത്തിരിക്കുന്ന പാസ്വേഡ്, ഏതെല്ലാം വൈഫൈ എല്ലാമാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എല്ലാം നമുക്ക് അതിൽ ലഭിക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഫീച്ചറായി എനിക്ക് തോന്നി. ഇനി ഈ ഒരു ഐഫോൺ 12 പ്രോ മാക്സിലെല്ലാമാണ് ഞാനിപ്പോൾ ഈ ഒരു iOS 18 എല്ലാം അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ആക്സസിബിലിറ്റിയിൽ പോയതിനു ശേഷം ഇവിടെ നമുക്ക് ഐ ട്രാക്കിംഗ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു ഐ ട്രാക്കിംഗ് എല്ലാം നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഇത്തരത്തിൽ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം ഇത് നമ്മൾ കറക്റ്റായി സെറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഇത് കറക്റ്റായി സെറ്റ് ചെയ്യുക, അതായത് ഈ ഒരു പോയിന്റ് എല്ലാം മൂവ് ചെയ്യുന്ന ഭാഗത്തേക്ക് നമ്മൾ കണ്ണുകൊണ്ട് നോക്കുകയാണ് വേണ്ടത്. ഇത്തരത്തിൽ നോക്കിയാൽ നമുക്ക് ഇത് വളരെ ഈസിയായി സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ടിക്ക് മാർക്ക് എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ കുറച്ചെല്ലാം ഇത് വർക്കാകുന്നുണ്ട് എങ്കിലും ഇപ്പോൾ നമുക്കിത് ബാക്ക് ചെയ്തതിന് ശേഷം എനിക്കിപ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ പോകുന്നുണ്ട് എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ഇത് ഓപ്പൺ ആകുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഇത് കറക്റ്റായി നാവിഗേറ്റ് ചെയ്യാനൊന്നും ഈ ഒരു ഐ ട്രാക്കിംഗ് ഇപ്പോൾ സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ ഈ ഒരു ഐ ട്രാക്കിംഗ് എല്ലാം വളരെ കറക്റ്റായി വർക്കാകുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഫോൺ ഒരു ഓൾഡ് ഫോൺ എല്ലാമാണ്, അതായത് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇത് ഐഫോൺ 12 പ്രോ മാക്സ് എല്ലാമാണ്. അതിനാൽ തന്നെ ഇതിൽ കറക്റ്റായി വർക്കാകാത്തതാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും പുതിയ മൊബൈലിലെല്ലാം നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ഇത് കറക്റ്റായി കിട്ടുന്നുണ്ടോ, എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം, ഇത് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ ഒരു ഫീച്ചർ പല തവണയും ഓപ്പൺ ചെയ്ത് കറക്റ്റായി സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും വീണ്ടും ഇത് കറക്റ്റായി വർക്കാകുന്നുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യുമ്പോഴും എനിക്ക് ഇത് കറക്റ്റായി ലഭിക്കുന്നില്ല. അതിനാൽ തന്നെ എപ്പോഴെങ്കിലും ഞാൻ ഇത് ഓൺ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഇത് ഓഫ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കും ഇതുപോലെ iOS 18 എല്ലാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ഫീച്ചർ എല്ലാം കറക്റ്റായി വർക്കാകാതെ ഇരിക്കുന്നുണ്ടോ? iOS 18 എല്ലാം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാണ്? ഇത് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഫീച്ചർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്